പെട്ടെന്നൊന്നും നാട്ടിലോട്ടേക്ക് പോവണ്ടാന്ന് വിചാരിച്ചിരുന്നതായിരുന്നു ഞാൻ. അപ്പം മമ്മി വിളിച്ചിട്ട് ഇഞ്ഞി എന്നാ വന്നെ എന്ന് എടുത്തെടുത്ത് ചോദിച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു ഡൗട്ട്. അന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ബസ്സിന് പോകാമെന്ന് വയ്ക്കുമ്പോൾ ബസ്സിന് നല്ല റേറ്റ്. ഞാനാണെങ്കിൽ പൊളിഞ്ഞ് പാപ്പറായിട്ടിരിക്കുക. ഇനി സാലറി ആയിട്ട് വേണം. അപ്പോഴാണ് ഈ ട്രെയിൻ ഞാൻ കണ്ടത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 മണിക്ക് സ്റ്റാർട്ടാക്കുമെന്ന് പറഞ്ഞിട്ട് 11 മണി 12 മണിയായിട്ടും 12 മണിക്ക് ശേഷമാണ് സംഭവം സ്റ്റാർട്ടാക്കിയത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ലോഡ് ആൾക്കാർ. ജനറലിൽ കയറാമെന്ന് വിചാരിച്ചത്. കാരണം പെട്ടെന്നുള്ള പോക്കാണല്ലോ. പിന്നെ കാശും കുറവാണ്. ജനറലാകുമ്പോൾ നമുക്ക് ചീപ്പായിട്ട് ടിക്കറ്റും കാര്യങ്ങളും കിട്ടുമല്ലോ. പക്ഷേ എങ്ങനെ ഉള്ളിൽ കയറുമെന്ന് എനിക്കൊരു പിടിയില്ല. അങ്ങനെ നോക്കിയിരിക്കുന്ന നേരത്താണ് 2 ചെന്നൈയിലേക്കുള്ള ട്രെയിനുകൾ അതിന് തൊട്ട് മുന്നേ വന്നത്. പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നവർ മൊത്തത്തിൽ കയറിപ്പോയി. പിന്നെ ഫുൾ കാലി. എൻ്റെ ട്രെയിൻ വന്നു കഴിഞ്ഞപ്പോൾ അത് കണ്ടോ, അത്യാവശ്യം നിൽക്കാനെങ്കിലും സ്ഥലമുണ്ട്. എനിക്ക് ആ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, നിൽക്കാനുള്ള സ്ഥലം മതി, ഇരിക്കണമെന്ന് ആഗ്രഹമില്ലാന്ന്. ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഈ ചേച്ചി കൊച്ചിനെയും പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ടത്. സംഭവം ഇത് പിറ്റേന്ന് രാവിലെ ആയപ്പോഴാണ് ആൾ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സൂപ്പറായിട്ടാണ് കൊച്ചിനെയും കൊണ്ട് കാശ് വാങ്ങിക്കാൻ നടക്കുന്നത്. എനിക്കിങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഡൗട്ട് വരും കേട്ടോ. കാരണം അത് അവരുടെ കൊച്ചു തന്നെയാണോ, ഇനി ഈ പിടുത്തക്കാരൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ വീഡിയോയിലൊന്ന് ആഡ് ആക്കിയേക്കാമെന്ന് വിചാരിച്ചു. ചുമ്മാ അത്രേ ഉള്ളൂ. നല്ല വ്യൂ ഒക്കെ ആട്ടോ, അടിപൊളിയാണ്. പക്ഷേ ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് അത്യാവശ്യം നല്ല സ്പെഷ്യൽ ട്രെയിനായിരുന്നു. വെള്ളിയാഴ്ചയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇരിക്കാൻ സ്ഥലമൊക്കെ കിട്ടിയായിരുന്നു. ഞാൻ തൃശ്ശൂർ ഇറങ്ങി. എൻ്റെ വീട് അങ്കമാലിലാണ്. അല്ലെങ്കിൽ പിന്നെ ആലുവയിൽ പോയി ഇറങ്ങണം. അതുകൊണ്ട് ഞാൻ തൃശ്ശൂർ ഇറങ്ങി ഇവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചു. എൻ്റെ കൂടെ ഞാൻ വാങ്ങിച്ചൊരു ബ്ലാങ്കറ്റ് ഉണ്ട് കൊടൈക്കനാൽ ട്രിപ്പിന് പോയപ്പോൾ. അപ്പോൾ നാട്ടിലോട്ടേക്ക് എന്തായാലും പോകാമല്ലോ എന്ന് വെച്ചാൽ അതും കൂടി ഞാനങ്ങ് എടുത്തു. അതൊരു കയ്യിലും പിടിച്ച് ബാഗ് ഉണ്ടായിരുന്നു, ലാപ്ടോപ്പ് ബാഗ് അതുകൊണ്ട് അതും എല്ലാം കൂടെ പിടിച്ച് നേരെ പുറത്തോട്ടേക്ക് KSRTC സ്റ്റാൻഡ് ലക്ഷ്യം വെച്ചാണ് ഞാൻ പോകുന്നത്. ഇതവിടെ കിടന്നൊരു വണ്ടിയാണ്. ഞാൻ റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സംഭവം നല്ല കിടിലൻ ലുക്കുണ്ട്. അത് കഴിഞ്ഞ് പയ്യെ നടന്ന് ഞാൻ നേരെ പുറത്തോട്ടേക്ക് ഇറങ്ങിയ സമയത്താണ് നമ്മുടെ ഇവിടെ പുറത്തായിട്ട് പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ ഞാൻ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം കണ്ട്. എനിക്ക് അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമുണ്ട്. ഞാൻ ഇടയ്ക്ക് തൃശ്ശൂർ വന്ന് പോകാറുള്ളതാണ്. പക്ഷേ അവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ഇന്ന് കണ്ടത്. അത് കഴിഞ്ഞ് KSRTC സ്റ്റാൻഡിൻ്റെ അവിടേക്ക് പോകുന്ന വഴിയിലാണ് ഇങ്ങനെ ഇതുപോലെ കുറച്ച് പേരെ കാണാൻ സാധിക്കും. നമുക്ക് ഇങ്ങനെ കാശൊക്കെ ചോദിച്ചിരിക്കുന്നവർ. അപ്പോൾ ഞാൻ പൊതുവേ കൊടുക്കാറില്ല. അതെപ്പോഴും അവിടെ ഉണ്ടാവാറുണ്ട്. എന്തോ ഈ തവണ മനസ്സിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. 1-2 രൂപ കയ്യിൽ ചില്ലറയേ ഉള്ളൂ. ആ ചില്ലറയ്ക്ക് ചില്ലറ കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ KSRTC